ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിഗ്നൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ആ ഒരു മാമ്പഴത്തിൻ്റെ മധുരവും തൈരിൻ്റെ പുളിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കിടിലൻ റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സദ്യയ്ക്ക് ഏറ്റവും ടേസ്റ്റിയായി എന്നാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്ത് ഓളും കൂടി കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൻ്റെ മെയിൻ ചേരുവയെന്ന് പറയുന്നത് മാമ്പഴമാണ്. കഴിവതും നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ആ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലൊരു സ്വാദം ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ മാമ്പഴം നിങ്ങൾ എടുക്കുന്നത് കുറച്ച് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ലേശം ഷുഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് കഷ്ണങ്ങൾ, അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുന്ന ആ ഒരു പാണ്ടിയുടെ പോർഷനില്ല, അതും കൂടെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ചെറിയൊരു അര ബൗള് തേങ്ങയും. അപ്പോൾ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മാമ്പഴം കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പച്ചമുളകാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഒരു പിഞ്ച് ജീരകം, കുറച്ചെടുത്താൽ മതി, 1/4 ടീസ്പൂണിന് പോലും വേണ്ട, അത്രയും കുറച്ച് ജീരകം മതി. ഇതൊന്ന് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. തേങ്ങ അരഞ്ഞ് വരണം, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് അരഞ്ഞു വരണം, നല്ല പേസ്റ്റ് മാതിരി ആവണം. നമ്മൾ പുളിശ്ശേരിക്ക് വെച്ചിരുന്ന മാമ്പഴം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളത്തിൽ കിടന്നിട്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന കൂട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആ ജാറിൽ പെരണ്ടിരിക്കുന്നില്ല, ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് നമ്മൾ പുളിശ്ശേരിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പുളിശ്ശേരിയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. നമ്മൾ ആ മിക്സ് കൂട്ട് ആഡ് ചെയ്തേക്കുന്നത് അത്രയും ടൈം മതിയാവും നമുക്ക്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം, തിളയ്ക്കാൻ പാടില്ല. തിളച്ച് ആ ഒരു കുമിള കണക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ തീയങ്ങ് ഓഫ് ചെയ്തേക്കണം. സ്റ്റൗവിൻ്റെ തിളച്ച് പോകരുത്. ചെറിയൊരു കുമിള വരാൻ തുടങ്ങി, കണ്ടോ? അപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്കിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടുക് വറുത്തത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിലേക്ക് ലേശം ഓയിൽ ആഡ് ചെയ്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് കടുക് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയൊരു കഷ്ണം കൊച്ചുള്ളി അരിഞ്ഞത്, തീരെ പൊടിയായിട്ട് അരിഞ്ഞതായിരിക്കണം, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഞാൻ പൊടിച്ചാഡ് ചെയ്യുകയാണ് കേട്ടോ. അതിനകത്തോട്ട് ജസ്റ്റ് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക്. നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ആ ഉള്ളിയെല്ലാം ഒരു ബ്രൗൺ കളറിലാവണം. അപ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ
മാമ്പഴ പുളിശ്ശേരി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നത് വേറൊരു ബൗളിലോട്ട് മാറ്റുക. ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് കേടാണ്. കേട് കട്ടയ്ക്ക് ഇരിക്കരുത്. നമ്മൾ അതിനെ ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ പുളിശ്ശേരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പുളിശ്ശേരിയിലേക്ക് നമ്മൾ കേട് ചൂടോടുകൂടി ആഡ് ചെയ്യരുത്. ഒന്ന് പുളിശ്ശേരി തണുത്തതിന് ശേഷം മാത്രമേ കേട് ആഡ് ചെയ്യാവുള്ളൂ. നന്നായിട്ട് ആ കേടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളകും ഉള്ളിയെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല സ്വാദുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഈ റെസിപ്പി ഫോളോ ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.